നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം, സ്വാഗതം. ചേട്ടാ, എന്താണ് അവസ്ഥ? പാലക്കാട് പൊട്ടിത്തെറിയും പാലക്കാട് ഞാൻ ജോലിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. പാലക്കാട് പൊതുവെ സമാധാനപരമായ ഒരു സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ ആരംഭിച്ച പൊട്ടിത്തെറി, BJP ആരംഭിച്ച പൊട്ടിത്തെറി പാലക്കാട്ട് നിന്ന് ഇങ്ങനെ സംസ്ഥാന വ്യാപകമായി പുകയായി പൊട്ടിത്തെറിയായി. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും പറഞ്ഞിരുന്ന ഒരു കാര്യം, BJPക്ക് അവിടെ ശക്തമായ ബേസ് ഉണ്ട്. ഒരു പക്ഷേ സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് പോയതൊക്കെ തന്നെ അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു യൂണിഫിക്കേഷൻ ഉണ്ടായിരിക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ RSS രംഗത്ത് ഇറങ്ങി എന്നൊക്കെ പറയുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നമ്മുടെ എല്ലാവരും കണക്കൂട്ടിൽ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വരവായിരുന്നു. രണ്ടാം സ്ഥാനത്ത് കൃഷ്ണകുമാർ എത്തിയെങ്കിൽ പോലും അതൊരു സ്വാഭാവികമായ എത്തൽ മാത്രമായി. പക്ഷെ വോട്ട് കുറഞ്ഞു. അത് പ്രതിസന്ധിയിലായി. കാര്യം സ്ഥാനാർത്ഥിത്വം മുതൽ പ്രശ്നത്തിലായിരുന്നു സി കൃഷ്ണകുമാർ. ഇയാൾ എങ്ങനെ, കാര്യം ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രനായിരുന്നു കുറച്ചുകൂടെ തീർച്ചയായും അവിടുത്തെ നല്ല സ്ഥാനാർത്ഥി. ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ ശോഭാ സുരേന്ദ്രൻ നിർത്തിയിരുന്നെങ്കിൽ BJPയുടെ കളം തന്നെ മാറി ചവിട്ടുന്ന രീതിയിൽ വിജയിച്ചവരെ. അപ്പൊ ഇത് അങ്ങനെ അല്ലാതെ മാറി. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ലൂസ് ടോക്കിൽ ഇതിന്റെ പല കാര്യങ്ങളും ചർച്ച ചെയ്തതാണ്. അപ്പോൾ അവിടെ മെനിഞ്ഞാന്ന് നമ്മൾ ഫലം വന്നുകൊണ്ട് നമ്മളത് മെനിഞ്ഞാന്ന് ചർച്ച ചെയ്തിരുന്നതാണ് ഈ കാര്യങ്ങൾ. പക്ഷേ അന്ന് ഒരുപാട് വിശദമായി ചർച്ച ചെയ്യാൻ സമയം കിട്ടില്ല, എല്ലാ മണ്ഡലങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ പാലക്കാടിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ, പാലക്കാട് ആദ്യം മുതലേ തന്നെ BJP രൂപീകരിച്ചത് മുതലേ BJPയുടെ ശക്തി കേന്ദ്രമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ളത്. അവരുടെ എന്താണ് A ക്ലാസ് മണ്ഡലങ്ങളിലോ ഒന്നാണ്. A ക്ലാസ് ആയ പ്ലസോ അങ്ങനെ എന്തോ ഉള്ള മണ്ഡലങ്ങളിലോ ഒന്നാണ്. വിജയ സാധ്യത കാറ്റഗറൈസ് ഉള്ള മണ്ഡലങ്ങളിലോ ഒന്നാണ്. അപ്പോൾ അവിടെ ആദ്യം രൂപീകരിക്കപ്പെട്ടപ്പോൾ തന്നെ 1980 പാർട്ടി രൂപീകരിച്ചത്. 82 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് O രാജഗോപാലായിരുന്നു മത്സരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് നല്ല വോട്ട് പിടിക്കാൻ കഴിഞ്ഞു അന്ന് തന്നെ. പിന്നീട് അങ്ങോട്ട് അവർ കയറി വരികയായിരുന്നു. കഴിഞ്ഞ ലോക്സഭ നിയമസഭകളെല്ലാം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP ആണല്ലോ. മാത്രമല്ല തദ്ദേശ സ്ഥാപനങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ പഞ്ചായത്തിലും തന്നെ BJP കൃത്യമായ ഒരു ഇതുണ്ട്. അതിന് അടിത്തറ ഉണ്ടെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് കൃത്യമായ അടിത്തറയും ജനങ്ങളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം പൊതുവിൽ BJPക്ക് ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യം പാലക്കാട് മാത്രം പ്രത്യേകിച്ചുണ്ട്. ഒരുപാട് നേതാക്കന്മാരുണ്ട് അവിടെ. പക്ഷേ അവിടെ സംഭവിച്ചത് ഈ സ്ഥാനാർത്ഥിത്വം മുതൽ തർക്കം ആരംഭിച്ചു. നമ്മളെല്ലാം കണ്ടതാണത്. കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ തന്നെ അവരൊരു വലിയ ഭാഗം എതിർത്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശോഭാ സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥിയാകേണ്ടിയിരുന്നത്. അപ്പോൾ അന്ന് അവർ സ്ഥാനാർത്ഥിയാക്കാത്തതിനൊക്കെ ചില അവിടുത്തെ നേതാക്കളൊക്കെ തന്നെ പ്രതികരിക്കുക തന്നെ ചെയ്തിരുന്നു. എന്തായാലും ഒടുക്കം തെരഞ്ഞെടുപ്പിൽ ഫലം വരുന്നു. സി കൃഷ്ണകുമാർ പരാജയപ്പെടുക തന്നെയാണ് ഉണ്ടായത്. കാര്യം ഇപ്പോൾ ചേലക്കരയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രമ്യ ഹരിദാസ് 40,000 വോട്ടിന്റെ ഭൂരിപക്ഷം കുറച്ചത് 12,000 ആക്കി ഒരു മുന്നേറ്റം നടത്തിയ ഘട്ടത്തിൽ സി കൃഷ്ണകുമാർ പക്ഷേ മെട്രോമാനായിട്ടുള്ള ശ്രീധരന് തെരഞ്ഞെടുപ്പിന് കിട്ടിയ വോട്ടിനെ കഴിഞ്ഞും കുറയുകയും ചെയ്തു. മുൻപുണ്ടായിരുന്ന പലയിടങ്ങളിൽ നഗരസഭയിൽ മാത്രമാണ് ആദ്യഘട്ടത്തിൽ അത് ലീഡെന്നൊക്കെ പറഞ്ഞാൽ തുച്ഛമായ ലീഡിൽ മാത്രം ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അരങ്ങ് തകർക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മളൊരു 10-15 നമ്മൾ പ്രതീക്ഷിച്ചു. ഇത് ചരിത്ര ഭൂരിപക്ഷമായി പോയി. അതെ. അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ഒരു പൊട്ടിത്തെറിയും. കാരണം കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഇവര് BJP നമ്മളെപ്പോഴും സംസാരിക്കുള്ളത് കോൺഗ്രസിനാണ്. എല്ലാവരും നേതാക്കന്മാരായതുകൊണ്ട് തന്നെ ഒരുപാട് ഘടകങ്ങളും വഴികളും ഉള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടുകൂടി ഇതേ രീതി തന്നെ എന്തുമുണ്ട്, എന്താ പറയുക, BJPയിലും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. കാര്യം അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നു. നേതാക്കന്മാരുടെ ആസ്തി ചോദിച്ചുകൊണ്ട് പ്രശ്നം വരുന്നു. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവർ ഇത്തവണ നിയമസഭ ഇലക്ഷൻ വരുമ്പോൾ ഒരുമിച്ച് അങ്ങ് നിൽക്കും. ഈ സാധാരണ ഈ കാട്ടുതീ വരുമ്പോൾ എല്ലാ ജീവികളും ഒരുമിച്ച് നിൽക്കുമെന്ന് പറയുമ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ പിന്നെ ഒരു വലിയ ആദ്യം കുറെ പൊട്ടത്തെറിയെ കാണും, പിന്നീട് അങ്ങ് ഒരുമിച്ച് നിൽക്കും പലയിടത്തും. അത് സ്വീകരിക്കുകയും ചെയ്യും സ്ഥാനാർത്ഥികളെ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സി കൃഷ്ണകുമാർ തെരഞ്ഞെടുക്കപ്പെടുന്നത് തന്നെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഈ നമ്മുടെ സുരേന്ദ്രൻ എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ നിർണായകമായ ചരടുവരികൾ കൊണ്ടാണെന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. ഈ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടിട്ട് സുരേന്ദ്രൻ ഇപ്പൊ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറേണ്ടുന്ന ഒരു പ്രതിസന്ധിയിലേക്ക്, അല്ലെങ്കിൽ അയാളുടെ തീരുമാനങ്ങൾ തെറ്റായിപ്പോയി. സുരേന്ദ്രന് അധ്യക്ഷനായിരുന്നുകൊണ്ട് BJPക്ക് വ്യക്തമായ ഒരു ഭൂപടമൊന്നും സൃഷ്ടിക്കാൻ കേരളത്തിൽ അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സുരേന്ദ്രനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അയാൾ ഇനിയും അധ്യക്ഷ സ്ഥാനത്തേക്ക് തുടരാൻ യോഗ്യനാണോ എന്ന ചർച്ചകൾ കൂടി വരികയാണ്. അതാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. അതേസമയം രാജ്യസന്നദ്ധത കേന്ദ്ര നേതൃത്വം അറിയിച്ചു എന്നൊക്കെ ചില വാർത്തകൾ രാവിലെ വന്നെങ്കിൽ പിന്നീട് സുരേന്ദ്രനൊക്കെ നിഷേധിക്കുകയായിരുന്നു. പക്ഷേ അയാൾ പറയുന്ന കാര്യം, വി മുരളീധരൻ നിന്ന് പ്രസിഡന്റ് ആയ സമയത്ത് 2000 വോട്ട് മാത്രം കിട്ടിയ സംഭവങ്ങൾ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ രാജിവെക്കേണ്ടുന്നത്? ഇനി കേന്ദ്രം പറഞ്ഞാൽ ഞാൻ രാജിവെക്കാം. ഞാനിങ്ങനെ വരുമ്പോ പറയണം.
അല്ല, ഇത് ഇന്ന് ഉണ്ടായ ഏറ്റവും വലിയ സംഭവവികാസം എന്ന് പറഞ്ഞാൽ പാലക്കാട് നേതാക്കൾ ഇതിനെതിരെ രംഗത്തെത്തി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യക്ഷമായി പരസ്യമായിട്ട് അവർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞു. ഇപ്പോൾ അവിടുത്തെ പ്രമുഖ നേതാവ്, മുതിർന്ന നേതാവാണ് ശിവരാജൻ. അദ്ദേഹം പണ്ട് മുതലേ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എത്രയോ തവണ കൗൺസിലറായിരുന്ന ആളാണ്. അദ്ദേഹം ഇപ്പം ഇത്രയും കൗൺസിലറാണോ എന്നതിന് സംശയമുണ്ട്. ആളാണ് അദ്ദേഹം. വളരെ കൃത്യം പൊട്ടിത്തെറിച്ചില്ല. അദ്ദേഹം പറഞ്ഞില്ലേ കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ആസ്തിയൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നുമില്ല, അങ്ങനെ കൃഷ്ണകുമാറിന്റെ ആസ്തി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് കോയമ്പത്തൂരിൽ അങ്ങനെ ചിട്ടിപ്പരിപാടിയും റിയൽ എസ്റ്റേറ്റ് പരിപാടി ഇല്ല, കൃഷ്ണകുമാറിൻ്റെത് പരിശോധിക്കട്ടെ എന്ന് പറയുകയാണ്. മാത്രമല്ല അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു കൃഷ്ണകുമാർ തോറ്റതിന്റെ കാരണം അദ്ദേഹം ഭാര്യ എടുത്ത് വെച്ചത്. അതൊരു വല്ലാത്ത, എനിക്കൊന്ന് മറുനാടാണ് സത്യത്തിൽ അതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരുന്നത്. ആദ്യം വന്നത് മറുനാടല്ലാണ്. മിനിമോൾ എന്ന് പറയുന്ന ശ്രീ കൃഷ്ണകുമാറിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കൃത്യമായ രീതിയിൽ നേതാക്കളെ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നും ഇവരുടെ ചട്ടപ്രകാരമാണ് ശ്രീ കൃഷ്ണകുമാർ ചലിക്കുന്നതെന്നും അടക്കമുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ വന്നു. ശ്രീ കൃഷ്ണകുമാറിന്റെ ഭാര്യയോട് പോയി ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് തോറ്റതെന്നുള്ള ഒരു സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള ഒരാളാണ് പറയുന്നത്. ദേശീയ നിർവാഹക സമിതി അംഗമാണ് ശിവരാജൻ. അപ്പൊ ശിവരാജൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മിനിമോളുടെ ഇൻഫ്ലുവൻസ് ആണ്. പക്ഷെ ഗതികെട്ട അവസ്ഥ എന്ന് വെച്ചാൽ മിനിമോൾ കൗൺസിലറാണ്. മിനിമോളുടെ വാർഡിൽ നിന്ന് പോലും ശ്രീ കൃഷ്ണകുമാർ നല്ല വോട്ട് കിട്ടിയില്ല എന്നൊരവസ്ഥ. മാത്രമല്ല വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അവരും പറഞ്ഞ സ്ഥാനാർത്ഥന ശരിയായില്ല എന്നവർ പരസ്യമായിട്ട് പറഞ്ഞു. മാത്രമല്ല കൗൺസിലർമാർക്കെതിരെ തിരിയുന്ന ഒരു പക്ഷേ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന്റെ സമ്മർദ്ദം അത്രയും ഭയങ്കരമായിരിക്കും ഈ പ്രമീള ശശിധരന്റെ മേലെ. അവർ ചെയർപേഴ്സൺ ആണെങ്കിൽ പോലും ഒരു പക്ഷേ അവരെല്ലാം അത് ഒരു സമ്മർദ്ദം ചെലുത്തുമായിരിക്കാം. അതായിരിക്കും അവർക്ക് പൊട്ടിത്തെറിച്ചത് പരസ്യം. മിനിമോൾ പണ്ട് ചെയർപേഴ്സൺ ആക്കിയില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നമൊക്കെ ഉണ്ടാക്കിയ വ്യക്തിത്വമാണെന്ന്. പാലക്കാട് പോലെയുള്ള വലിയൊരു ജില്ല ആസ്ഥാനമായ സ്ഥലത്ത് മുനിസിപ്പൽ ചെയർപേഴ്സൺ ആവുന്ന വലിയ കാര്യമാണല്ലോ. BJP ശക്തി ചെയ്തിട്ട് എന്തായാലും അടിസ്ഥാനപരമായി മിനിമോൾ ആയിക്കോട്ടെ ആരായിക്കോട്ടെ വലിയ രീതിയിൽ മാധ്യമങ്ങളോട് നേരിട്ട് പോയി ചെന്ന് പറയുന്ന ഒരു അവസ്ഥ. അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയം ഞങ്ങൾ പാർട്ടിയിൽ തീരുമാനിക്കട്ടെ അറിയിക്കാമെന്ന് പറഞ്ഞ് ഒഴിയുന്ന രീതിക്ക് പകരമായി ആദ്യമായി തന്നെ പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ അവരുടെ പ്രഭാകാരി എന്താണ് പ്രഭാരി അതായത് ഇങ്ങനത്തെ കുറച്ച് ടേമുകളുണ്ട്, നമുക്കൊന്നും മനസ്സിലാവാത്ത ടേമുകളാണ്. തീർച്ചയായിട്ടും കോഴിക്കോട് നിന്നുണ്ടായിരുന്ന പ്രഭാരിയാണ് പാലക്കാട് എത്തിയതെന്നും പാലക്കാട് പുതിയ ആള് രഘുനാഥ് അല്ലാതെ മറ്റൊരാളെ ചുമതലപ്പെടുത്തേണ്ടതായിരുന്നെന്നും, അതായത് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വ നിർണയം ഉണ്ടാകുന്നതിന് മുൻപ് നടത്തേണ്ടുന്ന ചർച്ചകൾ അവരിപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തോറ്റതിന് ശേഷം. അല്ല, മാത്രമല്ല വളരെ വിചിത്രമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പാലക്കാട് കേന്ദ്രീകരിച്ച് അവിടെ പ്രവർത്തിക്കുകയായിരുന്നു. അദ്ദേഹം പോകാത്തൊരു സ്ഥലം ചേലക്കരയാണ്. ചേലക്കര 1-2 ദിവസം പോയെന്നാണ് തോന്നുന്നത്. അത്രയൊക്കെ ഉള്ളത്. ചേലക്കര കുഴപ്പം. പക്ഷേ ചേലക്കരയിൽ അവിടുത്തെ സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ വൻ ലീഡ് നേടുകയും ചെയ്തു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും സുരേന്ദ്രൻ 1 മാസം താമസിച്ചെങ്കിൽ ഈ പ്രഭാരിയായിട്ടുണ്ടായിരുന്ന രഘുനാഥ് 6 മാസം മുന്നേ അവിടെ എത്തി. ഇപ്പോ കൗൺസിലർമാർ നടത്തുന്ന ഒരു ആക്ഷേപം അല്ലെങ്കിൽ അവരുടെ ഒരു വശം എന്ന് പറയുന്നത്, ജയിച്ചിരുന്നെങ്കിൽ നിങ്ങൾ സുരേന്ദ്രന് ക്രെഡിറ്റ് കൊടുക്കുമായിരുന്നു, തോറ്റപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കൗൺസിലർമാരുടെ തലയിൽ കയറുന്നു എന്നൊരു ചോദ്യവും ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൗൺസിലർമാരൊന്നും ആക്റ്റീവായി പ്രവർത്തിച്ചിട്ടില്ല എന്നൊരു വിമർശനം കൃഷ്ണകുമാറിന്റെ പക്ഷത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിലിവർക്ക് കടുത്ത വിമർശനവുമുണ്ട്. അല്ലെ, കൗൺസിലർമാർക്ക് പ്രവർത്തിക്കാനല്ലേ പറ്റുള്ളൂ, ജനങ്ങളോട് തീരുമാനിക്കേണ്ടത് എന്തിനാണെന്നുള്ളത്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതാണ്ട് എത്രയോ വാർഡുകളിൽ ഈ BJP സ്ഥാനാർത്ഥി കിട്ടിയ 100 വോട്ടിന് താഴെയാണ്. ഇതിൽ 4 ബൂത്തുകളിൽ ഒറ്റ അക്കൗണ്ട് കിട്ടിയത്. 10-ന് താഴെ വോട്ടേ കിട്ടിയിട്ടുള്ളൂ ഈ BJP സ്ഥാനാർത്ഥിക്ക്. അപ്പോൾ 1, 2, 3 കാര്യം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ അത്. അടിസ്ഥാനപരമായിട്ട് അപ്പൊ ആ BJP കൗൺസിലർമാരോടുള്ള അവരുടെ ഭരണക്രമത്തിലെ പ്രശ്നങ്ങളും ഉണ്ടാകാം. എന്നാലും BJPയുടെ അടിസ്ഥാന വോട്ടുകളിൽ ചോർച്ച സംഭവിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഒരു പറ്റിയ പോരാളിയേ ആയിരുന്നില്ല. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യത്തിൽ ഒരു സ്റ്റാർ സ്ഥാനാർത്ഥിയായിരുന്നു. ആ സ്റ്റാർ സ്ഥാനാർത്ഥിക്കെതിരെ നിൽക്കുന്നയാൾ അതിനേക്കാൾ മികച്ചതോ അല്ലെങ്കിൽ അതിനോട് ഈക്വൽ ആയിരുന്ന ആളായിരുന്നിരിക്കണം. കൃഷ്ണകുമാറിന് തീർച്ചയായിട്ടും രാഷ്ട്രീയമായ പശ്ചാത്തലവും അദ്ദേഹത്തിന്റെ ഭൂതകാലം മികച്ചൊരു രാഷ്ട്രീയ നേതാവിന്റെ ആണെങ്കിലും ആരാണ് കോൺഗ്രസിൽ നിർത്തിയിരുന്നത്? സരിനെ പിന്നെ ഞാൻ പരിഗണിക്കുന്നില്ല, അതായത് കുറെ നനഞ്ഞ പടക്കമായി തീർന്ന അവസ്ഥയിലാണ്. പക്ഷേ അടിസ്ഥാനപരമായി ഇത് അവർ പരിഗണിക്കേണ്ടതായ ഒരു കാര്യം, 2ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചതുപോലെ ആയിപ്പോയി അവസാന ഘട്ടത്തിൽ. അല്ല, ഇപ്പോൾ ഉദാഹരണം നമ്മളെടുക്കുക, ശോഭാ സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ തീ പാർന്ന പോരാട്ടമായിരുന്നു. കാരണം 2 പേരും ഫൈറ്റർമാരാണ്, 2 പേരും നന്നായി ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ളവരാണ്. പോരാട്ടം കൂടിയായി മാറിയാൻ, വലിയ പോരാട്ടമായി മാറിയാൻ, അത് സംശയിക്കേണ്ട കാര്യത്തിൽ. ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും ശോഭാ സുരേന്ദ്രൻ രാഹുലിനെ ജയിക്കുകയുള്ളൂ, എന്നാൽ പോലും രാഹുലിനെ വിറപ്പിക്കാൻ ഇത്രയൊന്നും ഭൂരിപക്ഷം ശോഭ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ജയിക്കാനുള്ള സാധ്യത നൽകിക്കളയാൻ കഴിയില്ല. കാരണം അത്രത്തോളം അവരൊരു മാസ് ലീഡറാണ്. അത് BJPയിലുള്ള അപൂർവ മാസ് ലീഡർമാരാണ്, ജനകീയ മുഖമാണ്. അവർ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും.
പക്ഷെ അങ്ങനെ ചെയ്തില്ല. ഈ ഇത് ഞാൻ പറയാം, നമ്മളെപ്പോഴും അതും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അധ്യക്ഷനായി നിലനിൽക്കുന്ന ഒരാൾ, കെ സുരേന്ദ്രനെ പോലെ പാർട്ടി വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ സത്യത്തിൽ ശോഭാ സുരേന്ദ്രനെ തഴയാൻ പാടില്ലായിരുന്നു. ശോഭ പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ അവർ വളരെ സജീവമായിരുന്നു എങ്കിൽ പോലും അവർ ആയിരുന്നു സ്ഥാനാർത്ഥികൾ. സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മൂലം ഏറ്റ തിരിച്ചടിക്കൂ, അതിന്റെ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും അധ്യക്ഷൻ എന്ന നിലയിൽ മാത്രമല്ല തന്റെ വ്യക്തി എന്ന നിലയിൽ എടുത്ത ആ തീരുമാനത്തിനെ സുരേന്ദ്രൻ സ്വയം വിമർശിക്കണം. അല്ല, ശോഭ സുരേന്ദ്രൻ നേരത്തെ സ്ഥാനാർത്ഥിയാക്കിയ എല്ലാ മണ്ഡലങ്ങളിലും അവർക്ക് വ്യക്തമായ ലീഡ് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നെ സംഭവിക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് അവർ ആ മണ്ഡലത്തിൽ നിർത്തില്ല. സാധാരണഗതിയിൽ ഇപ്പോൾ കോൺഗ്രസിലൊക്കെ നമുക്കറിയാം, ഇപ്പം കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് 2016 അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷെ അദ്ദേഹം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ശക്തമായ സാന്നിധ്യം മാറി 2021 ജയിച്ചു. സുരേഷ് ഗോപി 2019 പരാജയപ്പെട്ടു, അദ്ദേഹം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. അടുപ്പിച്ച് 3 വർഷം. അല്ല, ഈ BJP ആർക്കാണ് പ്രവർത്തിപ്പോ? സപ്പോസ് ശോഭാ സുരേന്ദ്രൻ ഒരു മണ്ഡലം രാജഗോപാൽ എങ്ങനെയാണ് നിയമസഭയിൽ എത്തുന്നത്? അദ്ദേഹം അവിടെ തുടർച്ചയായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ജനങ്ങളോട് അടുത്തിടപഴകാൻ, അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാൻ മനസ്സിലാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ ജനങ്ങളെ ആത്മവിശ്വാസത്തിലെടുത്താൽ മാത്രമാണ് ഒരു സ്ഥാനാർത്ഥിയെ നേതാവായി അവർ എന്ത് ചെയ്യുള്ളൂ പരിഗണിക്കുന്നത്. പ്രതിനിധിയാണല്ലോ. അതെ. അപ്പൊ അത് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ജനകീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരാൾ തന്നെയാണ് അവർ. അതല്ല, ചടുലമായി സംസാരിക്കും, അവർ ഇടപെടാൻ കൃത്യസമയത്ത് ഇടപെടാൻ. ഈ പല നേതാക്കന്മാരുടെയും പ്രശ്നം അവർ ഇടപെടുമ്പോൾ നേരം എടുത്തു എന്നുള്ളതാണ്. പക്ഷേ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് അല്ല, അവർ കൃത്യമായി ഇടപെടും. എല്ലാ കാര്യങ്ങളും അവർ വളരെ കൃത്യം ഇടപെടുകയും അവർ പ്രതികരിക്കുകയും വേണ്ടിയ പ്രക്ഷോഭം നയിക്കാനൊക്കെ ഉള്ള കഴിവ് അവർക്കുണ്ട്. പക്ഷേ BJPയുടെ പ്രശ്നം അവർക്ക് ജയിക്കുന്ന സ്ഥാനാർത്ഥി അല്ല ആവശ്യം എന്നുള്ളതാണ്. അതാണ് വളരെ ഈ നമ്മുടെ രാജ്യത്ത് ഇത്രയും അതിവിചിത്രമായ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനമുള്ളത് ഈ പാർട്ടിയിലാണ്. ജയിക്കുന്നവൻ വേണ്ട. ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പല മേഖലകളിൽ നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിൽ മിന്നുന്ന വിജയം BJPക്ക് ഉണ്ടാവുന്നു, വലിയ വിജയമായി പോയി. അത് നിഷ്പ്രഭമാക്കിക്കൊണ്ട്, കോൺഗ്രസിനെ ഇന്ത്യ മുന്നണി നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് BJP അധികാരത്തിലെത്തുന്നത്. ജാർഖണ്ഡിൽ മികച്ച പോരാട്ടം നടത്താൻ സാധിച്ചു, അധികാരം കയ്യിലിട്ടുന്ന അവസ്ഥയിലുണ്ടായെങ്കിലും ഭൂരിപക്ഷം നടന്ന ലോക്സഭാ മണ്ഡലങ്ങളിലൊക്കെ BJPക്ക് ദേശീയ തലത്തിൽ കൃത്യമായി ഒരു നമുക്കറിയാം 48 നിയമസഭാ സീറ്റുകളിലേക്കാണ് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ ഭൂരിപക്ഷവും BJP കൊണ്ടുപോയി. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യ മുന്നണി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ചെറിയ രീതിയിലുള്ള ഒരു പ്രഹരമൊക്കെ കൊടുത്ത് അവരുടെ വോട്ട് ഷെയർ ഒക്കെ കുറച്ചെങ്കിൽ പോലും അത് നിലനിർത്താൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചില്ല. അവർ പരാജയപ്പെട്ടു പോയി. മാത്രമല്ല BJP പോയ മുഖം തിരിച്ചു പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ഇത്തരം ലുസ്റ്റോക്ക് പോലെ ചർച്ചകൾ നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്, BJPക്ക് ഒരു തെരഞ്ഞെടുപ്പിന് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ അത് തിരുത്താൻ അവർ ശ്രമിക്കും. തിരുത്തിയിട്ട് അടുത്ത് വരുവുള്ളൂ. പല സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള തിരിച്ചടി വന്നപ്പോൾ അടുത്തവർ ആ തിരുത്തലിന്റെ ഫലമായി തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു കാലത്തും തിരുത്തിയാൽ നന്നാവാത്തത് കേരള ഘടകം മാത്രമാണ്. കാരണം അവരെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സുരേഷ് ഗോപി ജയിച്ചു. കേരളത്തിൽ ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു BJP സ്ഥാനാർത്ഥിനെ ജയിച്ചു, MP ആയി. പിന്നെ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ആലപ്പുഴയിലും ഒക്കെ നല്ല മികച്ച പ്രകടനം അവർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലേ? പാലക്കാട് ഉൾപ്പെടെ. എന്നിട്ട് അതെ, എന്നിട്ട് അവരൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിനകത്ത് ഒരു കാര്യമുണ്ട്, ഈ ജയിച്ചു പോയ ആളുകളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തമായി ആ മണ്ഡലത്തിൽ നിന്ന് അത് ഞങ്ങൾ നേടിയെടുക്കുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി, എനിക്കൊന്ന് പാർട്ടിയോട് പോലും ഇടഞ്ഞാണ് സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ അവിടെ നിന്നത്. അവർക്ക് ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ടാക്ടിക്സ് ഇതുവരെയും സുരേന്ദ്രന് മനസ്സിലായിട്ടേ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ BJPക്ക് എന്താണോ ദേശീയ തലത്തിൽ ഉണ്ടാവുന്നത് അവർക്ക് എല്ലാ ഘട്ടത്തിലും അപമാനമാണ് സത്യത്തിൽ കേരളത്തിലെ BJP ഘടകം എന്ന് പറയുന്നത്. BJP കേന്ദ്രത്തിൽ അത് പോട്ടെ, ഇത് ശ്രദ്ധിക്കേണ്ടെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഉണ്ടല്ലോ. ഒരു ക്ലാസ്സിൽ കുട്ടികൾ ഒരുത്തന്നെ എത്ര പറഞ്ഞാലും പഠിക്കില്ലേ, പിന്നെ സൗകര്യമുള്ള ചെയ്യട്ടെന്ന് നമ്മൾ ചിന്തിക്കില്ല. സ്വാഭാവികമായിട്ട് കേന്ദ്ര നേതൃത്വം ഇടപെടേണ്ടതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു സുരേന്ദ്രൻ അത്രയധികം ഒരു ഹോൾഡ് ഉള്ള നേതാവാണെന്ന് തോന്നുന്നല്ലേ? അല്ല, അങ്ങനെ ഹോൾഡ് കാര്യമില്ല. അവർ ഇടപെട്ട നേതൃത്വം ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. തമിഴ്നാട് പോലെയല്ല, തമിഴ്നാട്ടിലെ അവസ്ഥ BJPക്ക് അത്ര എളുപ്പം. കേരളത്തിൽ എളുപ്പമാണ്. അവർക്ക് ലോക്സഭാ സീറ്റ് ജയിക്കാൻ കഴിഞ്ഞില്ലേ? ഇത്രയും സീറ്റുകളിൽ അവർക്ക് ലീഡ് ചെയ്യാൻ പറ്റിയില്ലേ? സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചോദിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പീടം തന്നെ പറയേണ്ടി. മാത്രമല്ല, കേരളത്തിലെ തന്നെ കഴിവുള്ള എത്രയോ പേരെ ഒതുക്കി നിർത്തിയിട്ടുണ്ട്. ചാനൽ ചർച്ച ചെയ്യുന്ന ഒഴിവാക്കിയ എത്രയോ പേരുണ്ട്. നമ്മൾ ഓരോരുത്തരും പേരിന്റെ അടുത്ത് പറയുന്നില്ല. ചിലർക്ക് പിന്നെ തിരിച്ച് അവർ വീണ്ടും മികച്ചൊരു BJP അതെടുത്തു വരേണ്ട സംഗതിയാണ്. സന്ദീപ് വാര്യർ വന്നതുകൊണ്ടൊന്നുമല്ല രാഹുൽ ജയിച്ചത്. എന്നാൽ പോലും സന്ദീപ് വാര്യർ വരുന്ന സമയത്ത് തന്നെ BJPയിലെ കൗൺസിലർമാർ ഉൾപ്പെടെ കോൺഗ്രസിലേക്ക് മാറുമെന്നുള്ള അഭ്യൂഹങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഉൾപ്പെടെ നമ്മൾ പ്രതീക്ഷിച്ചത് എന്തായാലും രാഹുലെ ജയിക്കുള്ളൂ. പക്ഷേ സന്ദീപ് വാര്യരെ പോലെ മികച്ച, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, സന്ദീപ് ചുമ്മാ എന്തെങ്കിലും വായിൽ വരുന്ന പറയുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. വിഷയങ്ങളെക്കുറിച്ച് പഠിച്ച് അതിൽ കൃത്യം, ഇപ്പം നമ്മൾ ഈ സ്ഥിരമായിട്ട് ഇവന്മാർ പറയുന്ന പോലെ ചാണകവും പ്ലൂട്ടോണിയും മാത്രം പറയുന്ന വ്യക്തിയൊന്നുമല്ല. അടിസ്ഥാനപരമായി നിലപാട് ശരിയോ തെറ്റോ, അല്ലെങ്കിൽ അതിലെ രാഷ്ട്രീയം ശരിയോ തെറ്റോ, പക്ഷെ പറയുന്ന കാര്യം പഠിച്ച് പറയുന്ന ആളാണ്.
കെ സുരേന്ദ്രൻ ഒരിക്കലും ഒരു സന്ദീപ് വാര്യരെ പോലെ ഇന്ന് സംസാരിക്കാനുള്ള കഴിവുള്ള ഒരാളൊന്നുമല്ല. ചാനൽ ചർച്ചകളിൽ പോയിരുന്നു കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. അങ്ങനെ ഒരാളെ പോലും നിലനിർത്താൻ ബി.ജെ.പിക്ക് സാധിച്ചില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് RSSന്റെ മുതിർന്ന നേതാവ് ജയകുമാർ അദ്ദേഹം വീട്ടിൽ പോയി കണ്ടിരുന്നതുമാണ്. അപ്പം നമ്മുടെ കാര്യം ഒരു പക്ഷേ കോംപ്രമൈസ് ആകുമായിരിക്കുമെന്നാണ്. അപ്പം എന്നിട്ടും സന്ദീപ് വാര്യർ വിട്ടുപോയെങ്കിൽ അത്രത്തോളം അദ്ദേഹം അവിടെ മുറിവേറ്റിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാകും നമുക്ക്. കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ ഭാവി എന്താണെന്നുള്ളത് പിന്നത്തെ കാര്യം. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് സംസ്ഥാനത്ത് തങ്ങളുടെ മുഖമെന്ന് തന്നെ പറയാം. കാരണം ചാനൽ ചിലപ്പോൾ വരുന്നതാണെന്നുള്ളത് അവരുടെ മുഖമാണ്. അങ്ങനെ മുഖമായിരുന്ന ഒരാൾ വക്താവാണ്. പാർട്ടി വിട്ടു പോകുക എന്ന് പറയുന്നത് വലിയ തിരിച്ചടി തന്നെയാണ്. അതല്ല, അദ്ദേഹം പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് മാതൃഭൂമിക്ക് ഒരു വലിയ അഭിമുഖം കൊടുത്തിരുന്നു അദ്ദേഹം. അതിൽ പല വിഷയങ്ങളിലും ഇദ്ദേഹം ഇടപെടുന്ന സമയത്ത് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇയാളെ എതിർക്കുന്നത് വ്യക്തിപരമായ ആക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടാണ് രീതിയിലുള്ളൊരു അഭിമുഖം ഞാൻ വായിക്കാനിടയായി. അതായത് ഈ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന ഒരു അവസ്ഥയുണ്ടായെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. മാത്രമല്ല, അദ്ദേഹം ഈ സന്ദീപ് വാര്യർ പോയ സമയത്ത് പോലും അതിനെക്കുറിച്ച് പഠിക്കാതെ, അതിനെക്കുറിച്ച് ഒരു ക്രിയാത്മകമായ ചർച്ച നടത്താതെ ചെയ്തെന്താണ്, വെറും ജൂനിയർ മാൻഡ്രൈക്കാണെന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് അതിനെ വെറും നിസ്സാരവൽക്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. മാത്രമല്ല, വേറെ വലിയ വിഷയമുള്ളത്, ഇവർ കേരളത്തിലെ ജനങ്ങളെ ഇവർ വളരെ വില കുറച്ച് കണ്ടു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ജനങ്ങൾ വിഡ്ഢികളാണ്, നമ്മൾ എന്ത് കാണിച്ചാലും ഇവർ വോട്ട് ചെയ്യുന്നൊക്കെ അവർ തെറ്റിദ്ധരിച്ചു. അങ്ങനെയൊന്നുമല്ല, ജനങ്ങൾക്ക് നല്ല വിവരമുള്ളവരാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച്, ഇപ്പോൾ CPM സംബന്ധിച്ച് നമ്മൾ നോക്ക്, പാലക്കാട്ട് പിന്നെ രാഹുലിന് ഇത്രയും വലിയൊരു വിജയം ഉണ്ടായി. തീർച്ചയായും രാഹുൽ ജയിക്കുക തന്നെ ചെയ്യുമായിരുന്നു. ഒരു രാഹുലിന് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചതിൻ്റെ പിന്നിൽ പോലും ഇവർ കൊടുത്ത പത്രപരസ്യം ഒരു കാരണമായിരുന്നിരിക്കാം. ഈ നാട്ടിൽ ജനങ്ങൾ ചിന്തിക്കില്ല. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന നല്ല ചിന്തയും വിവരമുള്ള ആളുകൾ പിന്നെ കരുതൂല്ലേ. മറ്റേ നമ്മുടെ വി.ഡി. സതീശൻ തുറന്നത് പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയന്റെ പാർട്ടി ഓന്തിനെ പോലെ നിറം മാറി എന്നുള്ളൊരു ആണല്ലോ. അല്ല, മാത്രമല്ല ഇത് വളരെ എന്താണ്, ഈ മുസ്ലിം ആഭിമുഖ്യമുള്ള 2 പത്രങ്ങളിൽ മാത്രം ഇത്തരത്തിലുള്ള പരസ്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർ കാണിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ വർഗീയ രാഷ്ട്രീയം. എന്നിട്ട് ഇവരെന്ത് പറയുന്നു, തോറ്റു കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുകയും സരിൻ തോറ്റു കഴിയുകയും ചെയ്തപ്പോൾ SDPIയോടുള്ള UDF കൈ ഓർത്തത് കൊണ്ടാണ്. ഭൂരിപക്ഷം പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ പിന്നെ അതുകൊണ്ട് മാത്രം ജയിക്കാൻ കഴിയും. അത്രയും വലിയ ഭൂരിപക്ഷത്തിന് 1500 വോട്ടിന് അങ്ങനെ ഉരുണ്ടെന്ന് ചോദിച്ചെങ്കിൽ പറയായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ തോറ്റാൽ അത് വർഗീയം, ഞങ്ങൾ ജയിച്ചാൽ അത് എല്ലാവരും ഞങ്ങൾ വോട്ട് ചെയ്ത് ജനാധിപത്യമാണ് എന്ന് പറയുന്നത് അതൊക്കെ കേരള ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമമാണ്. ഇത്തരത്തിൽ കേരളത്തിൽ ഈ ജനങ്ങളെ വെല്ലുവിളിച്ചിട്ടുള്ള ആരും രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിച്ചിട്ടില്ല. അത് കുറച്ചേരൊക്കെ അവരൊക്കെ ഇങ്ങനെ പോകും. അത് കഴിഞ്ഞ് അവരെല്ലാം രാഷ്ട്രീയത്തിൽ സംഭവിച്ചല്ലോ ഇല്ലല്ലോ. ഇപ്പോൾ 3920 വോട്ട് എത്ര കിട്ടിയതാകപ്പാട് 5000-ന് താഴെയാണ്. 4000-ന് താഴെയാണെന്ന് തോന്നുന്നു. അപ്പൊ അതായത് ചില ആളുകൾ അങ്ങനെ കൊമ്പ് കുലുക്കിയൊക്കെ നടക്കും, പക്ഷേ അവർക്കൊന്നും രാഷ്ട്രീയ ഭൂപടത്തിൽ ഒന്നും ചെയ്യാനാവാതെ. അത് നമ്മൾ ഏത് വ്യക്തിയാണെങ്കിലും ഒരു സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഒരു വലിയ ആളായിരിക്കാം. അതല്ലെങ്കിൽ അവർ അത്രയും വ്യക്തിത്വമുള്ളവരായിരിക്കണം. ഇപ്പം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതീതമായ എത്രയോ പേരുണ്ട്. അതല്ല, ഇപ്പോൾ VM സുധീരനെ പോലുള്ള ഒരാൾ വരുമ്പോൾ അദ്ദേഹം കോൺഗ്രസ് നേതാവെന്നുള്ള നിലയിൽ മാത്രം അദ്ദേഹം വലിയ വല്ലാത്ത സമൂഹത്തിൽ അക്സെപ്റ്റൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ എത്രയോ പേരുണ്ട്. അല്ല, VS അച്യുതാനന്ദൻ അങ്ങനെയൊക്കെ ഉണ്ട്. അവർക്ക് പാർട്ടിയാണ് അവരെ വളർത്തിയെങ്കിൽ പോലും അവർ പാർട്ടിയേക്കാൾ മുകളിൽ നിൽക്കുന്നവരാണ്. അങ്ങനെയൊന്നും അല്ലാത്തവരോട് ഇറങ്ങിയിട്ട് ഒരു കാര്യവുമില്ല. എന്തായിരിക്കും സുരേന്ദ്രന്റെ ഭാവി എന്നാണ് വിചാരിക്കുന്നത്? അല്ല, അത് കേന്ദ്ര നേതൃത്വം അക്കാര്യത്തിൽ ഇടപെടുക എന്നുള്ള മാത്രമേ ഉള്ളൂ. കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു പരാജയം, അതിനുശേഷം പഞ്ചായത്ത് ഇലക്ഷൻ അല്ലേ, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം ആദ്യം നടക്കും. അപ്പോൾ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പ്രശ്നം ഉണ്ടാകാം. ഒരുപക്ഷെ നാളെ അവിടുത്തെ കൗൺസിലർമാർ കൂട്ടത്തോട് കോൺഗ്രസ് ചേർന്നുകൊണ്ടൊന്നുമില്ല, അല്ലെങ്കിൽ CPM-ലോ. കാരണം അടുത്ത തവണ അവർക്ക് ജയിക്കണമെങ്കിലേ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലായില്ലേ. മാത്രമല്ല, ഈ സുരേന്ദ്രൻ ഒരു ജനകീയ മുഖമൊന്നും അല്ല. ഒട്ടും ആളുകൾക്ക് അത്ര അധികം സുരേന്ദ്രനോട് സ്നേഹമുള്ളതൊന്നും. കാര്യം അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിലുള്ള സ്നേഹമോ സ്നേഹവായ്പകളോ അല്ലെങ്കിൽ ഉള്ള ഹോൾഡ് കൊണ്ടായതായിരിക്കും. ഒരു ജനകീയ മുഖമായ ഒരാളെ പോലും ഇവരെ നിർത്താൻ. മാത്രമല്ല, വേറെ അവിടെ ഉയരുന്ന വേറെ വലിയ ചോദ്യമുണ്ട്. ഇപ്പോൾ സുരേന്ദ്രനെ മാറ്റി നിന്നിരിക്കട്ടെ, പകരാരായിരിക്കും വരിക എന്നുള്ള ചോദ്യമുണ്ട്. ശോഭയാണ് ആപ്റ്റ്. കറക്റ്റ് ജനകീയ മുഖമുള്ള ഒരേ ഒരാൾ ശോഭാ സുരേന്ദ്രൻ. പക്ഷെ അവരെ ആക്കാൻ ഇവർ സമ്മതിക്കുക. അതാണത്. ശോഭാ സുരേന്ദ്രനെയാണ് പകരം സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്നതെങ്കിൽ വലിയൊരു മാറ്റം ഉണ്ടാവും കേരളത്തിൽ. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു വനിതയെ സംസ്ഥാന അധ്യക്ഷയാക്കിയിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാവരും വനിതാ മോചനവും മറ്റേതൊക്കെ പറയും, എല്ലാം പറയും. ഈ പക്ഷേ കാര്യത്തോടെടുക്കുമ്പോ ഈ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ നാട്ടിലെ സംഘടനകൾ ഈ ജാഥ നടത്തുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബാനർ പിടിച്ചോണ്ട് സ്ത്രീകൾ ഇങ്ങനെ നടക്കും. ഒരു സ്ത്രീ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ഈ 2 പേർ ഫ്രണ്ടിൽ പിടിച്ചോണ്ടിരിക്കും. അപ്പൊ ഇത് പണ്ട് ഞങ്ങളുടെ പത്രപ്രവർത്തക യൂണിയനിൽ ഞങ്ങളുടെ ഭാരവാഹികളുടെ സമയത്ത് ഒരു സമ്മേളനം നടന്നപ്പോൾ അന്ന് എല്ലാവരും തീരുമാനിച്ചിരുന്നു ബാനർ പിടിക്കേണ്ട സ്ത്രീകളെല്ലാം തീരുമാനിച്ചു. അന്നിട്ട് അങ്ങനെ അവർ കൊടുക്കണം, ആണൊക്കെ പിടിക്കാമല്ലോ. അങ്ങനെ എവിടെയാണെന്നുള്ള മറന്നുപോയി.
പുരുഷന്മാർ പിടിച്ചു, അത് ഒരു കുഴപ്പമില്ലായിരുന്നു, ഭംഗിയായി പോയി. അപ്പോൾ ഇതാണ് മാനസികാവസ്ഥ എല്ലാവരുടെയും. സ്ത്രീ എന്നുള്ള പരിഗണന എടുക്കും. ശോഭ സുരേന്ദ്രനെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അത് ഗൗരിയമ്മയ്ക്കല്ല സ്വന്തം പാർട്ടി നേടേണ്ടി വന്നത് ഇത് തന്നെയാണ് പ്രശ്നം. അല്ല ഗൗരിയമ്മ മോശക്കാരിയായോണ്ടല്ല, അവർ കഴിവ് കൂടി. ശൈലജ ടീച്ചർ അതാണ്, ഒരുപാട് പേരുണ്ട്. പക്ഷേ അവർക്കെല്ലാം സുശീല ഗോപാലിൻ്റെ മുഖ്യമന്ത്രി ആകാമായിരുന്നു 96-ൽ. എന്നിട്ട് MLA അല്ലായിരുന്നു നായനാരെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കി. അന്ന് സുശീല ഗോപാൽ മുഖ്യമന്ത്രി ആക്കാമായിരുന്നു അവർക്ക്, പക്ഷെ അതില്ല. എന്തായാലും ശോഭാ സുരേന്ദ്രനെ ജനകീയ മുഖമാണ്, ആളുകൾക്ക് ഇഷ്ടമാണ്. ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ RSS ഉൾപ്പെടെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ പിന്തുണയ്ക്കുമായിരിക്കും. പക്ഷേ ഇവിടെ ഒരുപക്ഷെ സജീവമായിട്ട് ഇടപെടാൻ കഴിയുന്ന RSSന് മാത്രമായിരിക്കും. മാത്രം നമ്മൾ വേറെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം. സാധാരണ ഇതിൽ ഇവിടെ BJP ഒരു പതിറ്റാണ്ടുകളായി RSS നിയോഗിക്കുന്ന ഒരാൾ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരിക്കും. പലരും ഉണ്ടായിരുന്നു. ഇപ്പം ഏറ്റവും അവസാനം സുഭാഷ് എന്ന് പറഞ്ഞൊരു നേതാവായിരുന്നു ജനറൽ സെക്രട്ടറി ആയിരുന്നു സംഘടനാ ചുമതല. അദ്ദേഹത്തെ മാറ്റിയതിന് ശേഷം, അദ്ദേഹം RSS ചുമതലയ്ക്ക് പോയതിനു ശേഷം പകരം ആളിനെ വെച്ചിട്ടില്ല. അപ്പോൾ ഈ RSSൻ്റെ ഒരു നേതാവ് സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനത്ത് ഇരിക്കാതെ നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരിക്കും ഒരു പക്ഷേ ഇത്. അപ്പോൾ RSS ഇടപെട്ടു എന്നൊക്കെ പറയുമ്പോൾ പോലും RSS നിയോഗിക്കുന്ന ഒരു സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി കാര്യങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ പെട്ടെന്ന് അവരിൽ ബന്ധപ്പെടാനും കാര്യങ്ങളൊക്കെ ഒരു അടുക്കും ചിട്ട ഉണ്ടാക്കാൻ പറ്റും. RSS ഒക്കെ വരുമ്പോൾ സംഭവിക്കുന്ന അടുക്കും ചിട്ട ഉണ്ടാക്കാൻ കഴിയും. സിസ്റ്റമാറ്റിക്കായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് പിന്നെ ആളെടുത്തവർക്ക് വെളിച്ചപ്പാടെന്നുള്ള രീതിയിൽ നിൽക്കാം. അതല്ലെങ്കിൽ ഇന്നിപ്പോൾ ഈ അതൃപ്തി പ്രകടിപ്പിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ C. കൃഷ്ണകുമാറിന് ഇത്രയധികം ഹോൾഡ് വരാൻ. പാലക്കാട് പോലെ അവരുടെ VIP മണ്ഡലത്തിൽ മറ്റാരേക്കാൾ കൂടുതൽ C. കൃഷ്ണകുമാറിനെ പരിഗണിക്കാനുള്ള ഒരു കാര്യം എടുത്തു നോക്ക്. കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഒരു BJPയുടെ ലോക്സഭാ ഇലക്ഷൻ്റെ അസംബ്ലി ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥി പട്ടിക എടുത്തു നോക്ക്. ഈ സ്ഥിരം മുഖങ്ങളേ ഉള്ളൂ. കൃഷ്ണകുമാറെന്നല്ല, എല്ലാ മണ്ഡലം എടുത്തു നോക്ക്. ഈ ഇവരാണ് മത്സരിക്കുന്നത്, സ്ഥിരമായി മത്സരിക്കുന്നത് ഇവർ തന്നെ. ഓരോരുത്തരുടെ പേരെടുത്ത് തന്നെ പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു നല്ല കച്ചവടമാണ് ഈ സത്യം പറഞ്ഞ സ്ഥാനാർത്ഥിത്വം കിട്ടുക BJPയിൽ എന്ന് പറയുന്നത്. അവർക്ക് ജയിക്കൂലെന്ന് അറിയാമല്ലോ, കിട്ടും. പക്ഷെ പാലക്കാടിനെ സംബന്ധിച്ച് അതല്ല, ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് പാലക്കാട്. മറ്റു മണ്ഡലങ്ങളെ പോലെ അവിടെ ജയിപ്പിച്ചതുമില്ല. അതാണ് കാര്യം. പക്ഷേ ഒരു ഭാര്യയുടെ പേരിൽ ആദ്യമായിരിക്കും ഒരാൾ ഇത്രയധികം കേരള രാഷ്ട്രീയത്തിൽ കേൾക്കാൻ സാധ്യതയുള്ളത്. മിനിമോൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അവരുമായി ബന്ധപ്പെട്ട കുറേ അധികം അമ്മയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അഭ്യൂഹങ്ങളൊക്കെ കേട്ടു. അതെന്തായാലും അങ്ങനെ. പക്ഷേ ഒരു ഭാര്യയോ ഭർത്താവോ പങ്കാളി ആര് പറയുന്നതും നല്ലതാണെങ്കിൽ കേൾക്കട്ടെ എന്നുള്ളു. പക്ഷേ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്ന സമയത്ത് പാർട്ടി ഉള്ളിൽ തന്നെ പറയുകയാണ്, വേണമെങ്കിൽ കൃഷ്ണകുമാറിന്റെ ഭാര്യയോട് പോയി ചോദിച്ച കാര്യം എന്താണെന്ന് അവർ പറയും എന്ന് പറയുന്ന സമയത്ത് അധപ്പതനം എന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് അവർ പോലും ഈ കൃഷ്ണകുമാറിനെ കൈ ഒഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. ദേശീയ നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ കൃഷ്ണകുമാറിന്റെ മാത്രം ചുമലിലേക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. സ്ഥാനത്ത് നിർണയം നടത്തിയത് ആരാണെന്നുള്ള ഇപ്പം കുമ്മനാണ് അവർ ചർച്ച നടത്തിയിട്ട് ലിസ്റ്റ് കൊണ്ടുവന്നൊക്കെ പറയുന്നത് കെ. സുരേന്ദ്രൻ. കുമ്മനത്തെ പോലെ ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം വളരെ യോഗ്യനായ ഒരാളല്ല, ഒരു സൗമ്യനായ ഒരാളാണ്. പക്ഷേ ഇത് അന്ത്യം തീരുമാനിക്കേണ്ട കുമ്മനല്ലല്ലോ, സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വമല്ലേ. ഒരുപക്ഷെ സംസ്ഥാന നേതൃത്വം പിന്നെ ബലം പിടിച്ച് കാണും ഈ കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിയാകണമെന്ന്. രാഷ്ട്രീയ പശ്ചാത്തലം അപ്പോൾ ഈ കേന്ദ്രം കൈവിട്ട ഇതായിരിക്കും, ആരോ കൊണ്ടേ മത്സരിക്കണമെന്ന് അവരും വിചാരിച്ച് കാണുമായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ, കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവും കൂടെ ഇലക്ഷൻ ക്യാമ്പയിൻ വന്നിട്ടില്ല. നമ്മൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഹരിദാസിന്റെ മറ്റേ കാര്യം. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന ഒരു മണ്ഡലം VIP മണ്ഡലം തന്നെയാണ്. ആ ഘട്ടത്തിൽ ഈ നവ്യ ഹരിദാസിനോട് ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട്, ഏതൊക്കെ കേന്ദ്ര നേതാക്കൾ കേരളത്തിലേക്ക് എത്തുമെന്ന് പറയുമ്പോൾ വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. പക്ഷെ ആരും തന്നെയും ഇവിടേക്ക് എത്തിയിട്ടില്ല. അത് അവർ കൈയൊഴിഞ്ഞെന്നുള്ളൊരു ലക്ഷണമാണ് സത്യം പറഞ്ഞത്. അതല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം, വല്ല തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPയുടെ പ്രൈം മിനിസ്റ്റർ വരേണ്ട ഉപതെരഞ്ഞെടുപ്പിന്, പക്ഷേ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കേന്ദ്ര നേതാക്കളൊക്കെ വരികയും അവർ ജനങ്ങൾക്കിടയിലേക്ക് ഒന്ന് ഇറങ്ങുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ അത് ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം അവരോട് എല്ലാം തുലയ്ക്കുകയാണ് എന്നുള്ള ചിന്ത വന്നതാണ് അവർക്ക്. അതായിരിക്കും വരാത്തത്. 3 സീറ്റിലാണ്, 2 അസംബ്ലി 1 ലോക്സഭയിലാണ് ഇലക്ഷൻ നടന്നത്. ചെറിയ കാര്യമല്ല അത്. പ്രിയങ്ക ഗാന്ധി മത്സരിച്ചു അവിടെ. ഇവിടെ പാലക്കാട് എന്ന് പറഞ്ഞാൽ അവരെ A+, അവർക്ക് ഏറ്റവും വിജയസാധ്യത കൽപ്പിക്കപ്പെട്ടിട്ടുള്ള മണ്ഡലങ്ങളിലൊന്നാണ്. തൊട്ടപ്പുറത്ത് ചേലക്കര CPM-ന്റെ കുത്തക മണ്ഡലമാണ്. അതിനെ പൊളിക്കാനുള്ള എന്തെങ്കിലും വഴിയുണ്ടെന്ന് അറിയാൻ പിന്നെ CPM വരാമായിരുന്നു. വോട്ട് ഇപ്പുറത്തോട് പിടിച്ചിരുന്നെങ്കിൽ രമ്യ ഹരിദാസ് ജയിച്ചു കയറേണ്ട ഒരു മണ്ഡലം കൂടിയായിരുന്നു തീർച്ചയായിട്ടും. അല്ല, എന്തായാലും ചേലക്കര CPM നിലനിർത്തി എന്ന് പറയുമ്പോൾ തന്നെ അവർ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്. ബന്ധമില്ല, 39,000 നിന്ന് നേരെ 15,000-ലേക്ക് താഴോട്ട് വന്നു. അതുകൊണ്ട് അവിടെ നല്ലൊരു പോരാട്ടം നടന്നു എന്നുള്ളതൊക്കെ ഉറപ്പാണ്. മാത്രമല്ല അവിടെ BJP നേടിയ വോട്ട് വളരെ നിർണായകമാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. വളരെ അവിടുത്തെ സ്ഥാനാർത്ഥിയായ ബാലകൃഷ്ണൻ നേടിയ വോട്ട് വളരെ താരം. ശരിക്കും പറഞ്ഞാൽ കേരള ഈ 3 ബൈ ഇലക്ഷനുകളിൽ താരം ബാലകൃഷ്ണനാണ്. കാരണം അദ്ദേഹമാണ് വൻതോതിലുള്ള ലീഡ് നേടിയത്. കുറേ കാലം നമുക്ക് പ്രതീക്ഷിച്ച പോലെ സംഭവിച്ചു. പാലക്കാട് ഇങ്ങനെ ഉണ്ടായി. പക്ഷേ അവിടെ ചേലക്കരയിൽ BJP സ്ഥാനാർത്ഥി നന്നായിട്ട് വോട്ട് നേടാൻ കഴിഞ്ഞു. അത് കാരണം അദ്ദേഹം ജനകീയ മുഖമാണെന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. നേരത്തെ പലരും പറയുന്നത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള അങ്ങനെ ഒരാൾ.
അത്തരക്കാരെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ചേലക്കരയിൽ ലഭിച്ച ഈ ഒരു വോട്ട്. അപ്പോൾ തീർച്ചയായിട്ടും സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി പാലക്കാടുകാരൻ തന്നെയാണ്, പാലക്കാടിനെ അറിയാവുന്ന വ്യക്തിയാണെന്ന രീതിയിലൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ കൃത്യമായ രീതിയിൽ BJPക്ക് പാളിച്ച ഉണ്ടായിട്ടുണ്ട്. ആ പാളിച്ച മറയ്ക്കാൻ വേണ്ടി ആത്മപരിശോധന നടത്തുമെന്നൊക്കെ പറയുകയും ശേഷം നടത്തിയ ആത്മപരിശോധനയിൽ കെ സുരേന്ദ്രൻ അത് കൗൺസിലർമാരുടെ തലയിലേക്ക് കൊണ്ടുവെക്കുകയും ആരും അവിടെ പ്രവർത്തിച്ചില്ല എന്നൊരു ഒരൊറ്റ വാചകത്തിൽ പരാജയത്തെ സംസ്ഥാന പ്രസിഡന്റ് പാലക്കാട് താമസിച്ചാണല്ലോ നടത്തിയത് പ്രചരണത്തിന് ചുമതല വഹിച്ചത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ വിവരം കിട്ടൂലേ? വിവരം കിട്ടിയില്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് യോഗ്യതയല്ല എന്നാണ് എൻ്റെ അർത്ഥം. സംസ്ഥാന പ്രസിഡന്റ് ഒന്ന് മണ്ഡലത്തിൽ നേരത്തെ വഹിക്കുമ്പോൾ ഇവിടെ കുറേ പേര് പ്രവർത്തിച്ചില്ലെങ്കിൽ അത് അറിയേണ്ടതില്ലേ? ഇത് അങ്ങനെയല്ല. ഇത് പറഞ്ഞ പോലെ എപ്പോഴും പറയുമല്ലോ, നമ്മൾ വിജയത്തിന് 100 പിതൃക്കൾ അവകാശികളുണ്ടാവും, പക്ഷേ പരാജയത്തിന് അനാഥനാണെന്ന് പറയും പോലെയാണ്. തോറ്റാ തീർന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് BJPക്ക് ഒരു വ്യക്തമായ രാഷ്ട്രീയ ചിത്രമൊന്നും, അതായത് ജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നടക്കമുള്ള കാര്യങ്ങളിലൊന്നും വലിയ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഉൾപ്പെടെ ഒന്നും ഇത് പണ്ട് മുതലേ ഇവർ ജയിക്കാനല്ലേ മത്സരിക്കുന്ന ധാരണ ഒന്നും ഞങ്ങൾക്കിടയിൽ അങ്ങനെ അല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ പ്രോസസ് ഫലമാണ് ശിവര് ജയിച്ചത്. നേമത്തെ രാജഗോപാൽ ജയിച്ചത്. 2 വർഷത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതാണ്. ഘട്ടത്തിലും BJP സമ്പൂജ്യരായി മടങ്ങുമോ എന്നൊരവസ്ഥ. അല്ല, സ്ഥാനാർത്ഥികൾ അവർ തന്നെ ആയിരിക്കും. ഈ സ്ഥിര മുഖങ്ങളല്ലേ ഈ പലപ്പോഴും ആരോ പറയാറുണ്ട് BJPയുടെ സ്ഥാനാർത്ഥികളെയൊന്നും അങ്ങനെ ഇല്ല, ആരോ പറയാറുണ്ട് BJPയുടെ ഈ ഇത്തരം സ്ഥിര സ്ഥാനാർത്ഥികളുണ്ടല്ലോ, ഇവരെ പോസ്റ്റർ അടിച്ചോടെ വെച്ചിട്ടുണ്ട്, മണ്ഡലം എഴുതൂല്ലെന്നാണ്. ഇന്നയാളെ വിജയിപ്പിക്കുക, അത് മതി. അവരെ ഏത് മണ്ഡലത്തിൽ കൊണ്ടു ഏത് മണ്ഡലത്തിലും പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ട് ലോക്സഭ ഇലക്ഷൻ വരെ ഇതുകൊണ്ടും കൊട്ടിച്ചാൽ മതിയല്ലോ എന്ന് പറയും. അതാണ് സംഭവിക്കുന്നത്. ശോഭ സുരേന്ദ്രൻ അല്ലായിരുന്നു, സന്ദീപ് വാര്യരായിരുന്നെങ്കിലും മികച്ച ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തിയാണ്. അല്ല, എങ്കിലും കുറച്ചുകൂടെ വോട്ടെങ്കിലും നേടാൻ കഴിഞ്ഞാൽ തീർച്ചയായും. ഇത്തരം ദയനീയമായൊരു തിരിച്ചടി ഒരിക്കലും ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ചർച്ച അവസാനിക്കുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം കേരള ഘടകത്തിൻ്റെ വളരെ ദയനീയമായ ഒരു മുഖമാണ് നമ്മൾ ഇന്ന് കണ്ടത്. കാരണം പാലക്കാട് ജില്ലയിലെ തന്നെ സംഭവിക്കാത്ത രീതിയിൽ നേതാക്കൾ മാധ്യമങ്ങളുടെ അടുത്ത് നിന്ന് പരസ്പരം പഴിചാരുകയും കുറ്റാരോപണം നടത്തുകയും ചെയ്യുന്നൊരു ഗതിയിലേക്ക് BJP തരം താഴ്ന്നിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഏതായാലും അത് എത്ര കാലം ഇതും കൊണ്ട് ഈ ഒരു അവസ്ഥയെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള പ്രധാനമാണ്. ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം ഇടപെടുമായിരിക്കാം. കേരളം പോലുള്ള സംസ്ഥാനം ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും രാഷ്ട്രീയമായി ഏറ്റവും ബോധമുള്ള ജനങ്ങളുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് പാർട്ടിക്ക് ജയിക്കാൻ സാധ്യതകളെല്ലാം ഉണ്ടായിട്ടും ഞങ്ങൾക്ക് ജയിക്കേണ്ടല്ല, ഞങ്ങൾക്ക് തോറ്റ് കിട്ടിയാൽ മതി എന്ന് ഒരു വലിയ വിഭാഗം സംസ്ഥാന നേതാക്കന്മാർ എന്തുകൊണ്ട് വിചാരിക്കുന്നു എന്നുള്ള കാര്യം കേന്ദ്ര നേതൃത്വം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത്ഷായൊക്കെ പോലെയുള്ള ആളുകൾ ഇടപെട്ട് അവർ നേരിട്ട് ഇത് എന്തെങ്കിലും നടപടി എടുത്താൽ മാത്രമേ അത്രയേ ഉള്ളൂ. അതല്ലെങ്കിൽ അടുത്ത തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒക്കെ എല്ലാം ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. കാരണം പതിറ്റാണ്ടുകൾ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് മാറ്റാൻ നേതാക്കന്മാർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കേന്ദ്ര നേതൃത്വം ഇടപെട്ടാൽ അവർക്കത് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. നമസ്കാരം.